കോതമംഗലം KSRTC ആധുനിക ബസ് ടെർമിനൽ ശനിയാഴ്ച വൈകിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നാടിന് സമർപ്പിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. 2.34 കോടി രൂപ MLA ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതിയ ബസ് ടെർമിനലായുള്ള ഇരുനില മന്ദിരത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്കായുള്ള ശീതീകരിച്ച വെയിറ്റിംഗ് റൂം, സ്റ്റേഷൻ മാസ്റ്ററുടെ മുറി, അന്വേഷണ വിഭാഗം, ജീവനക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേകം വെയിറ്റിംഗ് മുറി, ഫീഡിംഗ് റൂം എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്നാം നിലയിൽ യൂണിറ്റ് ഓഫീസ്, മിനി കോൺഫറൻസ് ഹാൾ, ടിക്കറ്റ് ക്യാഷ് കൗണ്ടർ, സ്റ്റോർ, ശുചിമുറികൾ എന്നിവയുമുണ്ട്. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായി സമയക്രമവും മറ്റ് അറിയിപ്പുകളും ദൃശ്യമാകുന്ന LED ഡിസ്പ്ലേയും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരേസമയം 8 ബസ്സുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള റൂഫും ടെർമിനലിനോട് അനുബന്ധമായി നിർമ്മിച്ചിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബ് ഗ്രേറ്റർ കോതമംഗലം, ലയൺസ് ക്ലബ്ബ് ഈസ്റ്റ് കോതമംഗലം, ശ്രീധരീയം എന്നീ ക്ലബ്ബുകൾ ചേർന്നാണ് യാത്രക്കാർക്കായിട്ടുള്ള ശീതീകരിച്ച വിശ്രമമുറികൾ ഒരുക്കി നൽകിയിട്ടുള്ളത്. ഡിപ്പോ ഹരിതാഭമാക്കുന്നതിനും കമ്പ്യൂട്ടർ, ഫർണിച്ചർ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഒട്ടേറെ ആരാധനാലയങ്ങളും സ്കൂളുകളും കോളേജുകളും ക്ലബ്ബുകളും സംഘടനകളും വ്യക്തികളുമൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഗ്രീൻ ടെർമിനൽ എന്ന നിലയിലാണ് KSRTC ബസ് ടെർമിനലിന്റെ പ്രവർത്തനം വിഭാവനം ചെയ്തിട്ടുള്ളത്. 4.5 പതിറ്റാണ്ടോളം പ്രവർത്തന പാരമ്പര്യമുള്ള കോതമംഗലം KSRTC യൂണിറ്റിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് പുതിയ ബസ് ടെർമിനലിലൂടെ സാധ്യമായിട്ടുള്ളതെന്ന് MLA ആന്റണി ജോൺ പറഞ്ഞു. നമ്മുടെ കോതമംഗലം KSRTC ഡിപ്പോയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വികസനം സാധ്യമായിരിക്കുകയാണ്. 1982 പ്രവർത്തനം ആരംഭിച്ച ഈ യൂണിറ്റ് ഏതാണ്ട് നീണ്ട 4.5 പതിറ്റാണ്ടോളം അതിൻ്റെ പ്രവർത്തനം അടുക്കുകയാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള നമുക്കറിയാം ചെറുതും വലുതുമായ കുറേ ഇടപെടലുകളൊക്കെ നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. KSRTCയുടെ ഓരോ യൂണിറ്റും ഓരോ ഡിപ്പോകളും ഘട്ടം ഘട്ടമായി തന്നെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു എയർപോർട്ടിൽ ചെല്ലുന്ന ഒരു അനുഭവം ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നിലയിൽ പടിപടിയായി ആ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും കോതമംഗലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4.5 പതിറ്റാണ്ടോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഡിപ്പോ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അടക്കം ഇവിടെയുണ്ട്. വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉണ്ണുപ്പാട്ട് പോത്താനിക്കാട് കുടുംബവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സുമനസുകൾ വലിയ സഹായമാണ് ഈ ഭൂമി അടക്കം വിട്ടു നൽകുന്ന കാര്യത്തിലൊക്കെ ആ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.